ഹലോ. അപ്പം എക്സ്ട്രാ ഓർഡിനറി ആകാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണല്ലേ ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഒരു എക്സ്ട്രാ ഓർഡിനറി ആകണമെന്നുണ്ടെങ്കിൽ ഒരു ശരാശരി ആയിട്ടുള്ള ഒരു മനുഷ്യനിൽ ഒതുങ്ങാതെ സംതിങ് നമ്മൾ ബിയോണ്ട് ഓർഡിനറി അത് നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. അടിപൊളിയായിട്ടുള്ള ടിപ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു എക്സ്ട്രാ ഓർഡിനറി ആകാനായിട്ട് എങ്ങനെ പറ്റും എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാൻ പറ്റും നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത്. നിങ്ങൾക്കൊരു അസാധാരണമായിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു വിജയം നിങ്ങളിലേക്ക് കൊണ്ട് എത്തിച്ചു തരാൻ പറ്റുന്നത് ഏത് കാര്യം ചെയ്യുമ്പോഴാണ് എന്ന് നിങ്ങൾക്കറിയാൻ പറ്റും. ഓരോരുത്തർക്കും അറിയാൻ പറ്റും. ആ കാര്യത്തിലേക്ക് നിങ്ങൾ ആഴത്തിൽ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ് നമ്പർ 1 എന്ന് പറയുന്നത്. അതിനകത്ത് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നമുക്ക് അതിനകത്ത് എന്തൊക്കെ നമുക്ക് സെൽഫ് ഇൻവെസ്റ്റ് നമ്മൾ ചെയ്യുക. മനസ്സിലായോ? നമ്മൾ ഫോക്കസ്ഡ് ആവുക. അതായത് നമ്മൾ ആ കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക. നമ്മൾ ഒന്നും തടയാതിരിക്കാനായിട്ട് നിങ്ങൾ നോക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ടൈം നിങ്ങൾ വയസ്സായിട്ട് നിങ്ങൾ ചെലവഴിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. മനസ്സിലായോ? നിങ്ങൾക്ക് വേണ്ടിയും അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന സമയം നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ വയസ്സായിട്ടൊന്ന് ആ ടൈമിനെ നിങ്ങൾ ഒന്ന് ഓർഗനൈസ് ചെയ്യുക. മനസ്സിലായോ? എന്തിനാണ് ഞാൻ കൂടുതൽ സമയം ഏത് സമയത്തിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഏത് കാര്യത്തിലാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായി ആലോചിക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നമ്മുടെ പോസിബിലിറ്റീസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. മനസ്സിലായോ? എപ്പോഴും ഇങ്ങനെ നെഗറ്റിവിറ്റിയിലേക്ക് പോവാതെ എനിക്കത് ചെയ്യാൻ സാധിക്കില്ല, എനിക്ക് അത്രയും പൊട്ടൻഷ്യൽ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ പോസിബിലിറ്റീസ് എന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് എനിക്ക് പറ്റും, എന്നെ കൊണ്ട് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് എന്നെ കാത്തിരിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നിരന്തരം ചിന്തിക്കുക. മനസ്സിലായോ? അടുത്തതെന്ന് പറയുന്നത്, നമ്മളൊരു റിസോഴ്സ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് നോക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ എക്സ്ക്യൂസസ് പറയാറുണ്ട് അല്ലെ. എനിക്ക് ആവശ്യത്തിന് സോഴ്സസ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ആവശ്യത്തിനുള്ള ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല, എനിക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങണമെങ്കിൽ എനിക്ക് ഒരുപാട് ക്യാഷ് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാനില്ല. ഇങ്ങനെയുണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ ഓരോരോ എക്സ്ക്യൂസുകൾ സ്വയം നമ്മുടെ മൈൻഡ് കണ്ടുപിടിക്കും. നിങ്ങൾക്കറിയാം എന്തോരം പോസിബിലിറ്റിയാ ഉള്ളത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ. ഇന്റർനെറ്റിൽ കൂടെ തന്നെ ഓൺലൈനിൽ കൂടെ എന്തൊക്കെ ബിസിനസ്സുകളാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അല്ലെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്തെന്ന് പറയുന്നത്, നിങ്ങളുടെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നിരന്തരം ചോദിക്കുക. നിങ്ങളുടെ മൈൻഡിനോട് നിങ്ങൾ ചോദിക്കുക, ഇനി എന്ത്, ഇനി എന്ത്, ഇനി എന്ത് എന്ന് നിങ്ങളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് പോസിബിലിറ്റീസ് നിങ്ങളിലേക്ക് വരികയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ശരിക്കും നിങ്ങൾ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് അതിലേക്കൊന്ന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആയിക്കൊണ്ട് നിങ്ങൾക്ക് വളർന്നു വരാനായിട്ട് നിങ്ങൾക്ക് പറ്റും. നിങ്ങളുടെ സക്സസ്സിലേക്ക് നിങ്ങൾ എത്തും എന്നുള്ളതിന് 100% ഉറപ്പാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് അതൊന്ന് നിങ്ങളുടെ ലൈഫിൽ ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആയിട്ട് മാറാൻ ആയിട്ട് നിങ്ങൾക്ക് കഴിയും. എപ്പോഴും നമ്മൾ ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കാതെ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അതിനകത്തേക്ക് എന്തൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ അതിലേക്ക് നമുക്ക് കൊണ്ടുവരാം. വലിയ വലിയ മുതൽ മുടക്കുകളും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പറ്റൂ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ ചുമ്മാ മനസ്സിന്റെ മിഥ്യാധാരണകളാണ്. നമ്മൾ ഇറങ്ങിത്തിരിക്കുക. നമ്മളൊരു ബേണിംഗ് ഡിസയറോട് കൂടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യമാണെങ്കിലും അത് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തും. ഉറപ്പായിട്ടും നമ്മൾ എന്താ പറയാനാ, നമ്മുടെ ഒരു പ്രപഞ്ച ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാം എന്നിലേക്ക് വരും, എനിക്ക് അവസരം വരും, ഞാൻ അവസരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണ് എന്ന് നമ്മുടെ ഉള്ളിലൊരു പോസിറ്റീവ് മെന്റാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ അവസരങ്ങളെ തേടി ഇറങ്ങുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു അവസരത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ടി വരില്ല. 1000 അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നുള്ളതിന് 100% ഉറപ്പാണ്. അപ്പം എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻഡിൽ വെച്ചുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതം കുറച്ചും കൂടി ഒരു എക്സ്ട്രാ ഓർഡിനറി ആക്കി മാറ്റാനായിട്ട് നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക.
നിങ്ങളുടെ കമൻറ്റുകളെല്ലാം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം കേട്ടോ. അപ്പോഴാണ് എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം. ഒരുപാട് എനിക്കും ഇമ്പ്രൂവ് ചെയ്യാണ്ട്. ഞാൻ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അപ്പം നിങ്ങളുടെ ഓരോ കമൻറ്റുകളും എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും. അപ്പം എന്ത് കമൻ്റ് ആണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കൂടി എന്നെ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.